ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ, ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ്, ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ്, ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എൻ്റെ വിവാഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാ അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? കപട മീശ, സിക്സ് പാക്ക് ബോഡി, 6 ശമ്പളം, പടപട പൊട്ടുന്ന ബുള്ളറ്റ്. ഓനെ നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും, എൻ്റെ ഭാഗ്യമായിട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി, എന്ത് കാണാനെന്ത് രസമാണ്. ഓളം ഇങ്ങോട്ട് നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിൻ്റെ സ്വഭാവം, ഒരു 5 പൈസക്കും പറ്റൂല. ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടെ ഇടയിൽ വില ഉള്ളവനല്ല, എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളല്ല. നിങ്ങൾ എനിക്കൊരു 1 കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണുണ്ട്, ഓള് തരുന്നതാ എൻ്റെ വില. നമ്മളെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളുണ്ട്, നാട്ടിൽ ഭയങ്കര വിലയാണ്. അളിയാക്കിയായി കൊണ്ടുകിടക്കാൻ, കാരണവരായിട്ട് കൊണ്ടുകിടക്കാൻ, അമ്മോശനായിട്ട് കൊണ്ടുകിടക്കാൻ, അയാളില്ല, നിക്കാഹുമില്ല, നിശ്ചയവുമില്ല, മധ്യസ്ഥവുമില്ല. പക്ഷേ സ്വന്തം പുരയിൽ കെട്ടിയോളെയും മക്കളെയും എടുത്ത് ഒരു 5 നയാ പൈസൻ്റെ വില ഉണ്ടാവില്ല. അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുതിങ്ങനെ നിലവിളിക്കുക. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ചെറുതെന്തങ്ങനെ നിലവിളിക്കുന്നത്. അപ്പോൾ ഈ കോമന്ന് ഓളെ കൈമന്ന് കുഞ്ഞനങ്ങോട്ട് വാങ്ങി 2 കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് അങ്ങനെ പോകുമ്പോൾ മറ്റുള്ള അറിയും, ഇഞ്ച മൂപ്പരാണ് എടുക്കൂലട്ടോ, എനിക്ക് ഭാഗ്യമായിട്ടോ അങ്ങനത്തെ ഒരു തന്നെ കിട്ടിയെന്ന്. അപ്പോൾ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല. രാത്രി വീട്ടിൽ ചെന്നിട്ട് ഓനോട് നിങ്ങൾ ആ കുഞ്ഞനെടുത്ത് പോയില്ലായിരുന്നു. അപ്പം ചെപ്പുറത്ത് ഒത്തിരിക്കുന്നതിന് തീരെ പറയാ, നിങ്ങളെ കിട്ടിയ എൻ്റെ ഭാഗ്യം. എന്നിട്ട് ഓളന്നെ ഒന്നും പിടിച്ചിരിക്കും, എനിക്കറിയാം, എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം. അപ്പോൾ ഒരാണിൻ്റെ സ്വഭാവം അവനാൻ്റെ വീട്ടിലെ പെണ്ണാണ്. ആ പെണ്ണ് എനിക്ക് തരുന്നത് എൻ്റെ വില. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശം എൻ്റെ ഭാര്യയാണ്. കാരണം ഇന്നെ വാപ്പാന്ന് വിളിക്കുന്ന 4 മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയതവളാണ്. ഇപ്പോഴും ഞാനൊന്ന് കിടന്നുപോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ. എൻ്റെ ഓളെ വാപ്പ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച്